ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ sptechvlogs. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൊച്ചിയിലാണ്. തമ്പനയിലിൽ കണ്ട പോലെ തന്നെ കൊച്ചിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന കടമക്കുടിയിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡിൽ നിന്നും കടമക്കുടിയിലോട്ട് പോകുന്ന പിഴല പാലത്തിൻ്റെ മുകളിലാണ്. കടമക്കുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന കടമക്കുടി 6 മാസം മത്സ്യകൃഷിയിൽ 6 മാസം നെൽകൃഷിയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ കണ്ടെയ്നർ റോഡിൽ നിന്നും പിഴല പാലത്തിൽ കയറുകയാണ്. കൊച്ചിയുടെ ടൂറിസ്റ്റ് മാപ്പിൽ ഒരു പ്രധാന പങ്ക് കടമക്കുടി വഹിക്കുന്നുണ്ട്. കൊച്ചിയിലെ നഗരജീവിതത്തിൽ നിന്നും കുറച്ച് മാറി നിൽക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഈ സ്ഥലം തിരഞ്ഞെടുക്കാം. ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഞാൻ താമസിക്കുന്നത് കച്ചേരിപ്പടി ഭാഗത്താണ്. കൊച്ചിയെ അറിയുന്നവർക്ക് കലൂർ കച്ചേരിപ്പടി ഭാഗങ്ങളിലെ ജനത്തിരക്കും വാഹനത്തിരക്കിനെയും കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ മാറി നിൽക്കാൻ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കടമക്കുടി. ഈ വീഡിയോയിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരാളാണ് ആനവണ്ടി. കടമക്കുടിയിൽ വരാനായി 2 വഴികളാണുള്ളത്. ഒന്ന് നമ്മൾ വന്ന കണ്ടെയ്നർ റോഡിൽ നിന്നും പിഴല പാലം വഴിയും മറ്റൊന്ന് ചേരാനല്ലൂർ വഴിയുമാണ്. ബസ്സൊക്കെ ആണെങ്കിൽ ഈ പാലം വരെ മാത്രമേ വരികയുള്ളൂ. പാലത്തിന് താഴെയുള്ള എല്ലാം ചെറിയ റോഡുകളാണ്. അത് പോകുമ്പോൾ മനസ്സിലാവും. നമ്മുടെ പിഴല പാലം ഇറങ്ങി വരുമ്പോൾ വലത്തോട്ട് കാണുന്ന വഴി, ഈ വലത്തോട്ട് കാണുന്ന വഴിയിൽ കൂടെയാണ് നമ്മൾ ചെറിയ കടമക്കുടിയിലോട്ട് പോകുന്നത്. നമ്മൾ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയുള്ള റോഡുകളെല്ലാം ഭയങ്കര വീതി കുറവാണ്, കോൺക്രീറ്റ് റോഡുകളാണ്. ഇത് നമ്മൾ കയറി വന്ന പിഴല പാലം കാണാം നമുക്ക് പുറകിൽ. ഈ സമയത്ത് ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ് ഇവിടെ. മാക്സിമം കടമക്കുടിയിലോട്ട് വരുന്നവരെല്ലാവരും ഒരു സന്ധ്യാസമയങ്ങളിൽ, സൺസെറ്റിൻ്റെ സമയങ്ങളിൽ വരുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയും. പിന്നെ വേറൊരു കാര്യം, കടമക്കുടിയിൽ ഇന്ന സ്ഥലത്ത് പോയാൽ മാത്രമേ കാഴ്ച കാണാൻ സാധിക്കൂ എന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാലും മനസ്സ് നിറയുന്ന കാഴ്ചകളാണ്. നമ്മൾ ഈ ചെറിയ കടമക്കുടി പോകുന്ന വഴിയിൽ ഇരുമ്പിലുണ്ടാക്കിയ നാവിക പാലം കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കോൺക്രീറ്റിൽ പഴയ അവശിഷ്ടവും കാണാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു വണ്ടി പോകുന്ന വഴി ആയിരിക്കാം. 2 വീലറോ 4 വീലറൊക്കെ പോകാൻ പറ്റുന്ന ഒരു പാലമാണ്. ഈ കുറേ പേര് അവിടെ തുഴഞ്ഞു വരുന്നുണ്ട്. സംശയമൊന്നും വേണ്ട, ഇത് വണ്ടി പോകുന്ന പാലം തന്നെയാണ് എന്ന് തെളിയിച്ചു തരാമെന്നും പറഞ്ഞ ഒരാൾ പോയിട്ടുണ്ട്. കൊച്ചി എന്ന സുന്ദര നഗരത്തിനിടയിൽ ഒരു കൊച്ചു ഗ്രാമക്കാഴ്ച. നഗരജീവിതം മാറ്റിവെച്ച് കുറച്ച് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ കാണാൻ ഇങ്ങോട്ട് വരാം. കടമക്കുടിയിൽ ഇതുപോലെ നടന്ന് കാഴ്ച കാണാൻ വരമ്പുകൾ ധാരാളമുണ്ട്. വെള്ളം ഇതുപോലെ ബണ്ടുകളാക്കി നിർത്തി മീൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. നമുക്കിവിടെ ബണ്ടുകൾക്കിടയിൽ ഇതുപോലെ ഷട്ടറുകൾ കാണാം. വെള്ളം കൂട്ടാനും കുറയ്ക്കാനുമായി.
ഇനി നമ്മളൊരു ഫെറി യാത്രയ്ക്കായി പോവാണ്. ഇതാണ് ഇവിടുത്തെ സ്കൂൾ. ആദ്യമായി വരുന്നവർക്ക് വഴി കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അവിടെ ഉള്ളവരോട് ചോദിച്ചു വരുന്നതായിരിക്കും ഉചിതം. നമുക്കിനി കടമക്കുടിയിൽ പോകണമെങ്കിൽ ഈ കടത്ത് വഴി മാത്രമേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ചേരാനല്ലൊരു വഴി വരണം. ഇവിടെയുള്ളവർ മിക്കവരും ഉപയോഗിക്കുന്നത് കടത്താണ്. കാരണം വേറെ പാലങ്ങൾ ഇല്ല. ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഫെറി സർവീസ് ലഭ്യമാണ്. ഞങ്ങൾ 2 പേരാണ് ഈ യാത്രയിൽ. ഞങ്ങൾക്കും വണ്ടിക്കും ചേർത്ത് 15 രൂപയാണ് ഈ സർവീസിന് മേടിച്ചത്. നമുക്കിവിടെ ധാരാളം ചെമ്മീൻ കെട്ടുകൾ കാണാം. വെറുതെ പറയുകയല്ല, നല്ലൊരു ആംബിയൻസ്. നമുക്ക് ഇറങ്ങേണ്ട കടവ് ഇതാണ്. നമ്മൾ കടമക്കുടി വാക്വേ എത്തുമ്പോഴേക്കും ഇരുട്ടി. കടമക്കുടിയിൽ മറ്റൊരു പ്രധാന സ്ഥലം എന്നറിയപ്പെടുന്ന ഷാപ്പ് സമയമായതുകൊണ്ട് പോവാൻ പറ്റിയില്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും കാണിക്കും. കടമക്കുടിയുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആൻഡ് സൈനിങ് ഔട്ട് SP.